നമസ്കാരം. ജോൺ ബ്രിട്ടാസ് എം പി പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജോൺ ബ്രിട്ടാസ് നിരത്തിയ ചില കാര്യങ്ങളും അതിന് സുരേഷ് ഗോപിയുടെ മറുപടിയുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായത്. ഒരൊറ്റ മറുപടിയെ സുരേഷ് ഗോപി അതിന് പറഞ്ഞിട്ടുള്ളൂ. സുരേഷ് ഗോപിയെ ബ്രിട്ടാസ് മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിച്ചു എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുള്ള കമന്റുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ചും അത് നടപ്പാക്കാതെ പോയതിനെക്കുറിച്ചും ബ്രിട്ടാസ് തുറന്നടിക്കുന്നുമുണ്ട്. കേരളത്തിലുടനീളം നിരവധി ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം കാക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബജറ്റിൽ വേണമായിരുന്നുവെന്ന് ബ്രിട്ടാസ് പറയുന്നുണ്ട്. പാർലമെന്റിൽ ബ്രിട്ടാസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലും അദ്ദേഹം പങ്കുവച്ചു. ബ്രിട്ടാസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒന്നടങ്കം കേരളത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ സ്തബ്ധരായിരിക്കുകയാണ്. ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു. സംസ്ഥാനത്തെ ചേർത്ത് നിർത്തേണ്ട ദുരന്തകാലത്ത് അവഹേളനമാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിനെതിരെ പ്രസ്താവന ഇറക്കിയ ഭൂപേന്ദ്ര യാദവിന് ഉചിതമായ മറുപടി തന്നെ കേരളം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വന്ന് സംസ്ഥാനത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ട്വീറ്റ് ചെയ്തയാളാണ് ഉപരാഷ്ട്രപതി. അങ്ങയോടുള്ള ആദരവ് കാണിക്കാനെങ്കിലും ഒരു ടൂറിസ്റ്റ് സർക്യൂട്ടെങ്കിലും ബജറ്റിൽ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചു. താങ്കളെ കൂടി അപമാനിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ബജറ്റ്. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധർക്കറെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരാമർശം നടത്തിയപ്പോൾ സഭ ഒന്നടങ്കം അതിനോട് യോജിച്ചു. കേരളത്തിലുടനീളം നിരവധി ടൂറിസം സർക്യൂട്ടുകൾ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനം കാക്കാനെങ്കിലും ഒരു സർക്യൂട്ട് ബജറ്റിൽ വേണമായിരുന്നുവെന്ന് ബ്രിട്ടാസ് ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപി സഭയിലുള്ളത് നന്നായി. ഒറ്റ മാസം കൊണ്ട് വെജിറ്റബിൾ താലിയുടെ വിലയിൽ 11% വർധനവാണ് ഉണ്ടായത്. നമ്പർ 1, നമ്പർ 2, അതായത് പ്രധാനമന്ത്രി അമിത്ഷായും സസ്യാഹാരികളായതുകൊണ്ടാണ് ഞാൻ നോൺ വെജിറ്റേറിയൻ ആയിട്ടും വെജിറ്റബിൾ താലിയുടെ വില പറയുന്നത്. ജനങ്ങൾക്ക് വിലക്കയറ്റം അസഹനീയമാകുന്നത് കാരണം എന്താണെന്ന് കേന്ദ്രത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല. ഒരു വശത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് വിലക്കയറ്റം ദുസ്സഹമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. വ്യവസായികളുടെ നികുതി ഗണ്യമായി കുറയ്ക്കുകയും സാധാരണക്കാരുടെ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് 17,000 രൂപ റിബേറ്റ് നൽകിയതാണ് പുതിയ അവകാശവാദം. 2018-19 കോർപ്പറേറ്റ് നികുതി GDPയുടെ 3.4%. ഇത് സ്വാഭാവികമായും 4 അതിലും മുകളിലോ ആയി ഉയരേണ്ടതായിരുന്നു. വൻ വ്യവസായികൾക്കൊക്കെ ഇളവുകൾ വാരിക്കൂരി കൊടുത്തുകൊണ്ട് 3.1% അത് ഇടിഞ്ഞു. ഇതിന് പകരം വിഭവ സമാഹരണത്തിനായി സാധാരണക്കാരെ കേന്ദ്രം പിഴിഞ്ഞു തളയ്ക്കുകയല്ലേ ചെയ്യുന്നത്. വ്യവസായികളുടെ ലാഭം 4 ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് സാമ്പത്തിക സർവേ തന്നെ പറയുമ്പോഴാണ് ഈ കൊടും ക്രൂരത കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് 15,000 മുതൽ 17,500 രൂപ വരെ റിബേറ്റ് നൽകിയെന്നാണ് പുതിയ വാദം. സ്കൂൾ ഫീസും യാത്രാ ചെലവും ഭക്ഷണ ചെലവും ഒക്കെ ഉയർന്നില്ലേ? വിമാനക്കൂലി തന്നെ ഇരട്ടിയായി. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ സർക്കാർ നൽകിയ ഇളവിന്റെ ഇരട്ടി ഒറ്റയടിക്ക് തന്നെ പോകും. ഡ്യൂട്ടിയും സർചാർജും കൂട്ടിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വിഭവം നിഷേധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിൽ നിഴലിച്ചു കാണുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇഷ്ട പരിപാടി. ഈ പദ്ധതിക്കുള്ള 40% ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കുകയും വേണം. എന്നിട്ട് അവയൊക്കെ ബ്രാൻഡ് ചെയ്ത് മോദിയുടെ പടം പ്രദർശിപ്പിക്കണം. ഈ പരിപാടി അവസാനിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് അർഹമായത് നൽകുകയല്ലേ ശരിക്കും ചെയ്യേണ്ടത്. ബ്രിട്ടാസിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നു. ഇത്തവണത്തെ ബജറ്റിൽ ഒന്നും ഉണ്ടായില്ലായിരിക്കാം, ഇനിയും ബജറ്റുകൾ വരുമല്ലോ എന്നതായിരുന്നു സുരേഷ് ഗോപി ഇതിന് പ്രതികരിച്ചത്. അതാണ് സുരേഷ് ഗോപിയുടെ ഇതിവൃത്തം.